Hi friends, welcome back to the channel. I am Ranju from YK Sound Academy. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കിട്ടിയ ഒരു ടോപ്പിക്കാണ് മൊബൈൽ റെക്കോർഡിംഗ്. മൊബൈലിൽ എങ്ങനെ നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സോങ്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, ഒരു ചെറിയ ഹോം സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം, അങ്ങനത്തെ അതിന് വേണ്ടി വേണ്ട മൈക്ക് ഏതാണ്, വേറെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. മൊബൈലിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2-3 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഒരു മിക്സർ നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാം. അതിന് ഹെഡ്ഫോൺ ഔട്ട്പുട്ട് യൂസ് ചെയ്ത് നമുക്ക് iRig വഴി മൊബൈലിലേക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങൾക്ക് പോയി കാണാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കണ്ടൻസർ മൈക്രോഫോൺ നമുക്ക് എങ്ങനെ ഒരു മൊബൈലിലോട്ട് കണക്ട് ചെയ്യാം അതിൻ്റെ ഓപ്ഷനാണ്. നമ്മുടെ ക്ലാസ്സിനകത്ത് ഓൾറെഡി കയറിയ ആൾക്കാർക്ക് അറിയാം, നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് USB മൈക്രോഫോണിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് USB മൈക്രോഫോൺ എന്ന് പറയുന്നത് ഒരു കണ്ടൻസർ മൈക്രോഫോൺ തന്നെയാണ്. കണ്ടൻസർ മൈക്രോഫോണിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് XLR അല്ല, USB ആയിരിക്കും. അപ്പോൾ ആ മൈക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ ഓഡിയോ ഇൻ്റർഫേസ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കണക്ഷൻ നേരെ നമുക്ക് കമ്പ്യൂട്ടറിലോട്ടോ ലാപ്ടോപ്പിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോട്ടോ നമുക്ക് കണക്ട് ചെയ്യാം. ഇന്നത്തെ മൊബൈൽസ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു USB മൈക്രോഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഒരുപാട് പേര് ഈ വീട്ടിലിരുന്ന് പാടുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ കാണും. ഈ ഒരു മൈക്ക് നമ്മൾ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി മേടിച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിന് എന്തൊക്കെയാണ് ഓപ്ഷൻ. ഇതൊരു പുതിയ മൈക്കാണ്. നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ള, എങ്ങനെയാണ് കണക്ഷൻ ചെയ്യേണ്ടത്, ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണ് നമുക്കെല്ലാം ചെക്ക് ചെയ്യാം. നമ്മൾ മേടിച്ചേക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് ഓഡിയോ എറേ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മൈക്കാണ്. വളരെ ചീപ്പാണ്. ഒരു 3000 റുപ്പീസിനുള്ളിൽ നിങ്ങൾക്ക് ഈ സാധനം മേടിക്കാൻ കിട്ടും. ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് അവിടെ പോയി മേടിക്കാം. ഇതെന്ന് പറയുന്നത് USB കണ്ടൻസർ മൈക്രോഫോൺ. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഒരു ഓറഞ്ച് കളർ ബോക്സാണ്. ഇതിനകത്ത് എല്ലാം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ്ങിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അതിൻ്റെ പാക്കേജിങ്. ഇതിൻ്റെ വാറണ്ടി കാർഡാണ്, പിന്നെ അതിൻ്റെ യൂസർ മാനുവൽ എങ്ങനെ ഇത് കണക്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ. മൈക്കിന് പോലത്തെ ഒരു സ്പോഞ്ച് ഉണ്ട്, പിന്നെ ഒരു പോപ്പ് ഫിൽറ്റർ ഉണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്ലോസീവ് സൗണ്ട്സ് അങ്ങനത്തെ സൗണ്ട്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ പോപ്പ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതാണ്. പിന്നെ നമ്മൾ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തെർമോക്കോളിൻ്റെ ബാഗ്. ഇതിനടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, മൈക്രോഫോൺ, അതിൻ്റെ സ്റ്റാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ്, മൈക്രോഫോണിൻ്റെ ടേബിൾ ക്ലാമ്പ് സ്റ്റാൻഡാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം, ആ സെയിം ടേബിൾ ക്ലാമ്പ് സ്റ്റാൻഡാണത്. നമുക്ക് മൈക്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റാൻഡ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ടേബിളിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്രോഫോൺ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു ടേബിളിൽ പിടിപ്പിക്കാനുള്ള ഒരു ക്ലാമ്പാണ്. പിന്നെ അതിൻ്റെ ഒരു USB കേബിൾ, USB A to USB B കേബിൾ. നമ്മുടെ മൈക്രോഫോണിൻ്റെ USB ഔട്ട്പുട്ട് എന്ന് പറയുന്നത് USB B ആണ്. അപ്പോൾ USB A to USB B കേബിൾ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഷോക്ക് മൗണ്ട് തന്നിട്ടുണ്ട്. അവർ ഒരു യൂണിവേഴ്സൽ ഷോക്ക് മൗണ്ട് തന്നിട്ടുണ്ട്. ഈ വൈബ്രേഷൻസൊക്കെ മൈക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഷോക്ക് മൗണ്ടാണ്. പിന്നെ അതിൻ്റെ ഒരു ക്ലാമ്പ്, നമ്മുടെ ഒരു ട്രൈപോഡ് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ടേബിളിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ട്രൈപോഡ് യൂസ് ചെയ്ത് ഈ ഒരു ഡിവൈസ്, ഇതൊരു ക്ലാമ്പ് യൂസ് ചെയ്ത് നമുക്ക് ഇതിൽ മൈക്ക് പിടിപ്പിക്കാം, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷനാണ്. ഒരുപാട് സാധനങ്ങൾ ഈ ഒരു പ്രൈസിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരു USB-C to USB-A കണക്ടർ തന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വയറിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് USB-A ആണ്. നമ്മുടെ മൊബൈൽ USB-C ആയിരിക്കും. അപ്പോൾ USB-C to USB-A കണക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ ആ മെയിൻ മൈക്ക് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൈക്ക്, കാണുമ്പോൾ അറിയാം. ഓഡിയോ വരെ ബ്രാൻഡിങ് ഉണ്ട്. ചെറിയ മൈക്കാണ്. ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ രീതി ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോണ ഡിവൈസ് എന്ന് പറയുന്നത് എൻ്റെ iPad തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ഫോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. C ടൈപ്പുള്ള ഫോൺസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐഫോൺ യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ഐഫോൺസ് യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ഐഫോൺസ് എല്ലാം C ടൈപ്പാണ്. പിന്നെ iPad യൂസ് ചെയ്യാം, ടാബ്ലറ്റ് യൂസ് ചെയ്യാം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം, ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിൽ ഡിവൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൊബൈൽ കണക്ഷന് വേണ്ടി വേണ്ട ഒരു മെയിൻ ഡിവൈസ് എന്ന് പറയുന്നത് ഒരു USB ഹബ്ബാണ്. അത് എന്തുകൊണ്ടാണ് USB ഹബിന് ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യണമല്ലോ നമുക്കൊരു ടൈമിൽ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിവൈസിന് ആവശ്യം വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഹെഡ്ഫോൺ ഔട്ട്പുട്ട് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഹെഡ്ഫോൺ അതിലേക്ക് കൊടുക്കാം. എൻ്റെ iPadൽ അങ്ങനത്തെ ഒരു ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഇല്ല. ഈ ഒരു USB ഹബിൽ നിന്ന് തന്നെ നമുക്ക് ഹെഡ്ഫോൺ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോൺസിൽ ഹെഡ്ഫോൺ ഔട്ട്പുട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു USB ഹബിന് ആവശ്യം വരും. നിങ്ങൾ USB ഹബ് മേടിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഉള്ള ഒരു ഹബ്ബ് മേടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് വേറെ കണക്ടറിന് ആവശ്യം വരില്ല. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായ ഒരു USB ഹബ്ബാണ്. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. ഹെഡ്ഫോൺ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് USB-C to 3.5mm ജാക്കാണ്. ഇത് നമുക്ക് ഇതിനകത്തൊരു C ടൈപ്പ് കണക്ഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ഫോൺ ഇതിൽ കൊടുക്കാം. പിന്നെ ഇത് നേരെ നമ്മുടെ
ഐപാഡിലോട്ട് കൊടുക്കുക. അപ്പോൾ അവർ തന്ന ആ ഒരു ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഐപാഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗരാജ് ബാൻഡാണ്. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബാൻഡ് ലാബ് യൂസ് ചെയ്യാം, സ്മ്യൂൾ യൂസ് ചെയ്യാം. നിങ്ങൾ ഈ മൈക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് റെക്കോർഡ് ചെയ്താലും, ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്താലും, ബാൻഡ് ലാബിൽ യൂസ് ചെയ്താലും, സ്മ്യൂൾ യൂസ് ചെയ്താലും അതിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മൈക്രോഫോൺ വന്നോളും. പിന്നെ ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്ന ഹെഡ്ഫോൺ എന്ന് പറയുന്നത് ഓഡിയോ ടെക്നിക്കയുടെ M20X എന്ന് പറഞ്ഞ ഹെഡ്ഫോൺ, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഹെഡ്ഫോണാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. നേരെ USB മൈക്രോഫോണിൽ ഈ USB-B അഡാപ്റ്റർ, ഇതിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും USB-B അഡാപ്റ്ററാണ്. നേരെ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റേ അറ്റം ഇത് USB ഹബിലോട്ട് കൊടുക്കാം. നമുക്കിത് അത്യാവശ്യം നല്ല ഗെയിൻ ഉണ്ട്. ഈ ഒരു ഓഡിയോ എറേ എഴുതിയേക്കണ പോർഷനാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് സൈഡ് നിങ്ങളുടെ അടുത്തേക്ക് പിടിച്ചേക്കണ കാരണം സൗണ്ട് ഓട്ടോമാറ്റിക്കലി ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്ക് പിടിക്കുകയാണെങ്കിൽ സൗണ്ട് പക്ക ക്ലിയർ ആവും. ഈ USB ഹബ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം നിങ്ങളുടെ ഫോണും ചാർജ് ചെയ്യാം. ആ ഡിവൈസിൽ അത് നടക്കില്ല. അപ്പോൾ കാരണം ഈ മൈക്ക് കുറച്ച് പവർ കൂടുതൽ വലിക്കും. 48 വോൾട്സിന് ഫാൻറ്റം പവർ വേണം. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പറയാം എങ്ങനെയാണ് ക്വാളിറ്റി. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാണ് എൻ്റെ സോഫ്റ്റ്വെയറിൽ, ഐപാഡിൽ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പറയാം എങ്ങനെയുണ്ട്. 1 2 3 4. ഞാൻ ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഫേസിന് ഇത് വെച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പറയാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് കൂടി ഓൺ ആക്കി നോക്കാം. ചെക്ക്. ഹലോ 1 2 3 ചെക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല തന്നെ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ചെറിയൊരു ലേറ്റൻസിയുടെ ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സ്മ്യൂളിലും അതേപോലെ ഒരുപാട് ലൈവ്, ഫേസ്ബുക്ക് ലൈവ്, ഇൻസ്റ്റാഗ്രാം ലൈവ്, യൂട്യൂബ് ലൈവിനൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ക്വാളിറ്റി ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം. ഇപ്പം ഞാനിതിൻ്റെ കയ്യിലാണ് പിടിച്ചേക്കണേ, അതുകൊണ്ടൊരു നോയ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒട്ടും നോയ്സ് ഉണ്ടാവില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്കാണ്, കണ്ടൻസർ മൈക്രോഫോണാണ്. ഇത് നിങ്ങൾ ആ ക്ലാമ്പിലെല്ലാം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ റെക്കോർഡിങ് കിട്ടും. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെച്ച് പാടും. പക്ഷേ ഇത് ഈ ഒരു മൈക്ക് അങ്ങനെയല്ല. അങ്ങനത്തെ മൈക്രോഫോൺസ് ഉണ്ട്. അത് പോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയാണ് മെയിൻലി യൂസ് ചെയ്യണത്. ഈ ഒരു മൈക്രോഫോണിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോഗോ വന്നേക്കുന്ന സൈഡാണ്, ഈ സൈഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ ആ നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ഇടാം. ഇതേപോലത്തെ മൊബൈൽ റെക്കോർഡിങ്ങിൻ്റെ വീഡിയോസ് ഇനിയും വരും. വേറെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അതും വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം, അതല്ല നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു USB മൈക്രോഫോൺ യൂസ് ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷനാണ്. ഓഡിയോ ഇൻ്റർഫേസ് മേടിക്കേണ്ട, ഒരു കണ്ടൻസർ മൈക്രോഫോൺ മേടിക്കേണ്ട, ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് പോകാം. ബട്ട് എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇതെന്ന് പറയുന്നത് ഒരു 3000 റുപ്പീസിൻ്റെ ഉള്ളിൽ ഇത്ര ഐറ്റംസാണ് നമുക്ക് കിട്ടുന്നത്. മറ്റേതെന്ന് പറയുന്നത് മൈക്കിന് മാത്രം ഒരു 7000 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെതായ ക്വാളിറ്റി അതിനുണ്ടാവും, ഇതിൻ്റെതായ ക്വാളിറ്റി ഇതിനുണ്ടാവും. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ഒരിക്കലും നമുക്ക് ഇതും അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് തരുന്ന ക്വാളിറ്റി ഒരിക്കലും ഇതിന് തരാൻ പറ്റത്തില്ല. അത് ആ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഈ മൈക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ മൈക്കും അതിൻ്റെ ഓഡിയോ ഇൻ്റർഫേസും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പേസിനെ കൺസ്ട്രെയിനും ആ ക്വാളിറ്റി കൺവേർഷൻ എല്ലാം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രൈസിന് അവർക്ക് ഒരുപാട് ഹൈ ക്വാളിറ്റീസ് ആണ് ഇടാൻ പറ്റില്ല. ബട്ട് നിങ്ങൾ ക്വാളിറ്റി കേട്ടു, നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് മേടിക്കാം, ഒരു കുഴപ്പമില്ല. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ സെറ്റപ്പിലോട്ട് പോകണം, കുറച്ചുകൂടി ക്വാളിറ്റി വേണമെങ്കിൽ ഒരു കണ്ടൻസർ മൈക്രോഫോൺ സെപ്പറേറ്റും ഒരു ഓഡിയോ ഇൻ്റർഫേസ് സെപ്പറേറ്റ് മേടിക്കുക. അതിൻ്റെ ബെനിഫിറ്റ് ഒരുപാടുണ്ട്. ഒന്നാമത്തെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാളെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം, നിങ്ങൾക്ക് സ്പീക്കേഴ്സൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ഇൻ്റർഫേസ് വേണം, അതൊന്ന്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കീബോർഡ് റെക്കോർഡ് ചെയ്യണം, ഗിറ്റാർ റെക്കോർഡ് ചെയ്യണം, ലൈൻ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ഇൻ്റർഫേസ് വേണം. പിന്നെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ ലേറ്റൻസി എന്ന് പറഞ്ഞ ഇഷ്യൂ വരില്ല. നിങ്ങളുടെ സിസ്റ്റത്തിന് ഒരുപാട് ലോഡ് വരില്ല നല്ലൊരു ഓഡിയോ ഇൻ്റർഫേസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതിൻ്റെ ക്വാളിറ്റി. നിങ്ങൾ എത്ര പ്രൈസ് മുടക്കി എത്ര നല്ല ഓഡിയോ ഇൻ്റർഫേസ് മേടിക്കണോ, എത്ര നല്ല മൈക്ക് മേടിക്കണോ, അത്ര ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആൾക്കാർ പറയും എൻ്റെ ബഡ്ജറ്റ് 10000 രൂപയാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി. അതൊരിക്കലും നടക്കില്ല. കാരണം ഒരു 5000 തൊട്ട് മൈക്രോഫോൺ സ്റ്റാർട്ടിംഗ് ആണ്. 15 lakhs 20 lakhs വരെ മൈക്രോഫോൺ പോവാം. അപ്പോൾ അത്ര വില കൊടുത്ത ഒരാൾ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അതിന് കിട്ടും. ബട്ട് നമ്മുടെ ആവശ്യത്തിന് എന്താണോ, നമ്മുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ചുള്ള സാധനം നമുക്ക് മേടിക്കാം. അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നിങ്ങൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഓഡിയോ റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. കോഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ് കുറച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. നമ്മളിതിൻ്റെ വീഡിയോ ലെസൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ